നമസ്തേ. പണ്ടൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് പല പ്രായത്തിലുള്ള ഓഡിയൻസിൻ്റെ മുന്നിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിൽ ആർക്കെങ്കിലും എനിക്ക് സ്വയം നശിച്ചു പോകണം, അല്ലെങ്കിൽ ഒരു നീതിയില്ലാത്ത അവസ്ഥയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല. എല്ലാവർക്കും നന്നാവണം, നീതിമാനാകണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ഈ കലിയുഗത്തിൽ നീതിമാനായിട്ട് നിന്നുകൊണ്ട് വിജയിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവത്തിലൂടെ അറിയാമെന്നുള്ളതാണ്. പക്ഷേ ആർക്കും വില്ലനാകാനായിട്ട് താല്പര്യമില്ല, എല്ലാവർക്കും ഹീറോ ആകാനായിട്ടാണ് താല്പര്യം. പക്ഷേ കുറച്ചു പേർ മാത്രമാണ് കലിയുഗത്തിലെ റിയൽ ഹീറോസ് എന്ന് ഞാൻ പറയുകയാണ്. കാരണം അവർ ഇനി പറയാനായിട്ട് പോകുന്ന കാര്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ അതിനെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ്. ഈ കലിയുഗത്തിൽ എങ്ങനെ ഒരു നീതിമാനായിട്ട്, ഒരു ഹീറോ ആയിട്ട് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ചില ചിന്തകളാണ്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ കലിയുഗത്തിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് നല്ലൊരു മനസ്സുണ്ട് എന്ന് കരുതി എല്ലാവരും അതുപോലെ നല്ല മനസ്സുള്ളവരാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം തുടങ്ങുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ട് മതി എന്നുള്ളതാണ്. അവരെക്കുറിച്ച് മനസ്സിലാക്കണം. അവർ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവർക്ക് തലവെച്ച് കൊടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വ്യക്തികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. എസ്പെഷ്യലി നമുക്ക് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാഹചര്യം എന്താണ്, അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നൊന്നും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആളുകളെ ട്രസ്റ്റ് ചെയ്യുന്നതിൽ ജാഗ്രത കാണിക്കുന്നതായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ കലിയുഗത്തിന്റെ ഹീറോസ് ആണ്. അവർക്ക് കലിയുഗത്തിനെ സർവൈവ് ചെയ്യാനുള്ള ശക്തിയുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കലിയുഗം. അതിൽ തന്നെയുണ്ട് കലി അല്ലെങ്കിൽ കോപം എന്ന് പറയുന്ന വാക്ക്. നമ്മളിന്ന് ചുറ്റും നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, നമ്മളുടെ മാധ്യമങ്ങളിൽ വരുന്നതായിട്ടുള്ള വാർത്തകൾ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ആളുകൾക്ക് ഇന്ന് കലി അല്ലെങ്കിൽ കോപം കൂടുതലാണ് എന്നുള്ളതാണ്. കാമ, ക്രോധ, ലോഭ, മോഹ സൈന്യം എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു സൈന്യവുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മുടെ പെട്ടെന്നുള്ളതായിട്ടുള്ള റിയാക്ഷനെ മറികടന്നുകൊണ്ട് നമ്മുടെ കാംനെസ്സിനെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് കലിയുഗത്തിൽ സർവൈവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഓവർ റിയാക്ഷനെ കട്ട് ചെയ്തിട്ട് കാംനെസ്സിനെ നമ്മൾ ആക്വയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കലിയുഗത്തിൽ സർവൈവ് ചെയ്യുന്ന ഹീറോസ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഞാൻ പറയുകയാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ കൺട്രോൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കലിയുഗത്തിൽ ഒരു പരാജയപ്പെട്ട വ്യക്തിയായിട്ട് മാറും. കലിയുഗത്തിൽ എല്ലാവരും കഷ്ടപ്പെടുകയാണ്. എത്ര പണിയെടുത്തിട്ടും ആവശ്യത്തിന് പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ മനുഷ്യന് പണത്തിനോടുള്ള ആർത്തി വളരെയധികം വർദ്ധിച്ചു വരികയാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടുള്ള ആളുകളെ നമുക്ക് അറിയാമെന്നുള്ളതാണ്. മോഷണങ്ങളും പിടിച്ചുപറികളും എന്ന് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പണത്തിന് വേണ്ടി എത്ര അധ്വാനിച്ചിട്ടും പണം ഉണ്ടാകുന്നില്ല. ഇനി അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചോർന്നു പോകുന്നു. അതുപോലെ തന്നെ ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടുന്നതായിട്ടുള്ള ഒരു അവസ്ഥ, അതുപോലെ തന്നെ സമ്പത്ത് ചില വ്യക്തികളിലേക്ക് മാത്രം കുമിഞ്ഞുകൂടുന്നതായിട്ടുള്ള അവസ്ഥ, ഇതൊക്കെ കലിയുഗത്തിൻ്റെ വളരെ പ്രത്യക്ഷമായിട്ടുള്ള ലക്ഷണങ്ങളാണ് എന്നുള്ളതാണ്. ഈ ഈക്വാലിറ്റി, അതുപോലെ തന്നെ സെക്യുലറിസം അല്ലെങ്കിൽ എല്ലാവർക്കും സമമായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റിക് അവസ്ഥയൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം അവശേഷിക്കുകയാണ്. കാരണം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ പോലും ഈ പണത്തിന് വേണ്ടി മാത്രം ശ്രമിക്കുന്നതായിട്ടുള്ള അവസ്ഥ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുകയാണ്. അപ്പം ഞാൻ പറയുകയാണ്, പണം ഉണ്ടാക്കുന്നത് തെറ്റെന്നോ നെഗറ്റീവെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ കർമ്മത്തിൻ്റെ, ധർമ്മത്തിൻ്റെ പാതയിലൂടെ മാത്രം പണം ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് സർവീസ് കൊടുത്തുകൊണ്ട്, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുകയും തീർച്ചയായിട്ടും ഇസ്ലാമൊക്കെ പഠിപ്പിക്കുന്നത് പോലെ അതിൻ്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് നിർബന്ധമായിട്ടും അതില്ലാത്തവർക്ക് കൊടുക്കുകയും കൂടെ ചെയ്യുന്ന സമയത്താണ് യഥാർത്ഥത്തിലുള്ള ഈ പറഞ്ഞതായിട്ടുള്ള ഒരു സമത്വം നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കുന്നത്. സോ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. ആ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പണം ഉണ്ടാക്കാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് അത് വിനിയോഗിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പലപ്പോഴും ലൗഡായിട്ടുള്ള ആളുകൾ സത്യമുള്ള ആളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ആദ്യം ഒച്ചയിട്ടതായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള വ്യക്തിയുടെ ഭാഗത്ത് നീതി എന്നാണ് കലിയുഗത്തിൽ പല ആളുകളും ചിന്തിക്കുന്നത്. ആദ്യം ഒച്ചയിട്ടുകൊണ്ടോ ആദ്യം അടിക്കുന്ന വ്യക്തി ആരാണ്, അവനാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു പലപ്പോഴും വില്ലനായിട്ട് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ പക്ഷെ ഇപ്പം എങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത്, ആദ്യം ഒച്ചയിടുന്നവൻ, ആദ്യം അടിക്കുന്നവനാണ് സത്യവാൻ എന്ന് ചിന്തിച്ചു പോവുകയാണ്. കാരണം ഇത് കലി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നതായിട്ടുള്ള സമയമാണ്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഈ കലിയുഗം അല്ലെങ്കിൽ ഈ കലി എന്ന് പറയുന്നത് നമ്മളെ ടീച്ച് ചെയ്യുകയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഈ കലിയുഗം എന്ന് പറയുന്ന ഫിൽറ്ററിനെ
നമ്മൾ മറികടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്പിരിച്വലി നമ്മൾ പവർഫുൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം സുവർണ യുഗത്തിലേക്ക് പോകുമ്പം അടുത്ത ഒരു ഗോൾഡൻ എറയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇതിനെ സർവൈവ് ചെയ്തവർക്ക് മാത്രമാണ് അങ്ങോട്ട് പ്രവേശനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള ചില സ്പിരിച്വൽ ആയിട്ടുള്ള ചില കൺസെപ്റ്റുകളാണ്. അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് നമുക്ക് അതിൻ്റെ ഒരു ലെൻസിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ഈ കാലത്തിനെ നമുക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ആംഗിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമുക്ക് മോർ ക്ലാരിറ്റി ലഭിക്കുകയാണ് നമ്മുടെ ജീവിതത്തിനെ, നമ്മുടെ ആത്മീയ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ കലി എന്ന് പറയുന്നതിൻ്റെ ആധിപത്യത്തിനെ മറികടക്കുക എന്നുള്ളതാണ്. അതായത് ഈ ദേഷ്യം പോലുള്ള കാര്യങ്ങളെ നമുക്ക് മറികടന്നുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? അഗ്രസീവായിട്ടുള്ള ആദ്യം അടിക്കുന്നവൻ, എല്ലാവർക്കും ഇന്ന് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പ്രശ്നങ്ങളാണ്. അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് എല്ലാ യുദ്ധങ്ങളും നമുക്ക് ഈ ഒച്ചപ്പാട് കൊണ്ടും അഗ്രഷൻ കൊണ്ടും വാക്കുകൾ കൊണ്ടും നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ വിജയം കാണണമെങ്കിൽ ഒച്ചയിടുന്നവൻ്റെ മുന്നിൽ ചില സമയത്ത് നമ്മൾ നിശബ്ദത കൊണ്ട് അതിനെ ഒരു ആയുധമാക്കിയിട്ട് നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. അതൊരു പരിച പോലെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ്. കാരണം രണ്ട് സൈഡിൽ നിന്ന് ഒച്ച വരുമ്പോഴാണ് അവിടെ അടിപിടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ മദർ, അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മ പണ്ട് പറഞ്ഞതായിട്ടുള്ളൊരു കാര്യം, ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷെ അവർ പറഞ്ഞതായിട്ട് എന്നോട് ഈ പൂർവ്വപിതാമന്മാർ പറഞ്ഞതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാൻ തോന്നുന്ന സമയത്ത് അവർ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അതായത് വായിൽ വെള്ളം ഒഴിച്ചിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ വളരെ പണ്ടത്തെ ആൾക്കാരുടെ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇന്നും വളരെ ആപ്ലിക്കബിൾ ആണ്. വായിൽ വെള്ളം ഒഴിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. നിശബ്ദത പാലിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? പല യുദ്ധങ്ങളും ലൗഡായിട്ടുള്ള ആളുകളിൽ നിന്ന് നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എല്ലാ യുദ്ധവും വാക്കുകൾ കൊണ്ട് ജയിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള കാര്യം, ആളുകളെ ഒബ്സർവ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഈ കലിയുഗത്തിൽ അതിജീവിക്കുന്ന ഹീറോസിനെ സംബന്ധിച്ചിടത്തോളം ദേ ഒബ്സർവ് മോർ ആൻഡ് ടോക്ക് ലെസ് എന്നുള്ളതാണ്, റിയാക്ട് ലെസ് എന്നുള്ളതാണ്. ആളുകളെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ഞാൻ പലപ്പോഴും പല സാഹചര്യങ്ങൾ, പല വ്യക്തികളെക്കുറിച്ച്, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പല കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുകയും പറയുകയും ചെയ്യും, അദ്ദേഹം ചോദിക്കുന്നത് കൊണ്ട് മാത്രം. അപ്പോൾ അത് പിന്നീട് ശരിയായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത് എന്നുള്ളത്, അതെന്താണ് അതിൻ്റെ പിന്നിലുള്ള ഗുട്ടൻസ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറയും പാറ്റേൺ. ആ ഒറ്റ വാക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നീട് പതിയെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ബിക്കോസ് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാറ്റേൺ ലഭ്യമാവുകയാണ്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് കാണുന്നതായിട്ടുള്ള ഒരു കാര്യം സത്യമായിക്കൊള്ളണമെന്നില്ല. വാട്ട് ഈസ്, എന്താണോ റിപ്പീറ്റ് ചെയ്ത് സംഭവിക്കുന്നത്, എന്താണോ പാറ്റേൺ ആയിട്ട് സംഭവിക്കുന്നത്, അതാണ് ആ സത്യത്തിനെ നമ്മുടെ മുന്നിൽ വെളിവാക്കുന്നത്. നമ്മുടെ ബ്രെയിനിന് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ മാറുന്നത്, കാര്യങ്ങളെ മാറ്റി കാണിക്കുന്നത് ഈ പാറ്റേണിനെ ഡീകോഡ് ചെയ്യുന്ന സമയത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വാക്കുകളല്ല പാറ്റേൺ ആണ് സത്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കിതുപോലുള്ള പാറ്റേണുകൾ നമുക്കും സൃഷ്ടിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം തന്നെ കൃത്യമായിട്ടുള്ള പാറ്റേൺ ഉണ്ട് എന്നുള്ളതാണ്. വീക്ക് ബോഡി പ്ലസ് സ്ട്രെസ്ഡ് മൈൻഡ് ഈസ് ഈക്വൽ ടു ഈസി ടാർഗറ്റ് ഫോർ ദം എന്നുള്ളതാണ്. നമ്മുടെ ശരീരം വീക്കാണ്, നമ്മുടെ മനസ്സ് വീക്കാണ്, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആണ്. അങ്ങനെ ആകുന്ന സമയത്ത് ഈ ശത്രുക്കൾ നമ്മളെ എളുപ്പത്തിൽ വീഴ്ത്തുമെന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുകയാണ്, ഈ കലിയുഗത്തിൽ ഇന്ന് മനുഷ്യൻ്റെ ആയുർദൈർഘ്യം കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് പകർച്ചവ്യാധികളും രോഗങ്ങളും മനുഷ്യനുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. പലരും ഭക്ഷണത്തിലൂടെയും മരുന്നിലൂടെയും വരെ നമ്മളെ പറ്റിക്കുന്നതായിട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരാണെങ്കിലും നമ്മൾ സർപ്പങ്ങളെ പോലെ വിവേകികളാകേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഈ കലിയുഗത്തിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു അടിത്തറയാണ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഭൗതിക ശരീരം, അതുപോലെ തന്നെ നമ്മുടെ ഈ മനസ്സ്, ബുദ്ധിയൊക്കെ നമുക്ക് ഈ ഒരു ആത്മാവിൻ്റെ അനുഭവങ്ങളെ ഒപ്പിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൂൾസ് ആണ് എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ആത്മീയ വളർച്ചയുടെ ഒരു ഭാഗമാണ് ഇതും കൂടെ, ശരീരത്തിൻ്റെ ഈ ഒരു ആരോഗ്യവും കൂടെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും, നമ്മൾ എങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും നമുക്കൊരു ആയുസ്സുണ്ട്, അത് സത്യമാണ്. പക്ഷെ ആ ഉള്ള കാലം നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന പോലെ ശ്രമിക്കുക എന്നുള്ളതാണ്, നമ്മുടെ കുറവുകളിൽ നിന്നുകൊണ്ടും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആരോഗ്യത്തിനെ ഇഗ്നോർ ചെയ്യാതെ മുന്നോട്ട് പോകുന്നവനാണ് കലിയുഗത്തിലെ യഥാർത്ഥ യോദ്ധാവ് അല്ലെങ്കിൽ ഹീറോ. അടുത്തതായിട്ടുള്ള കാര്യം, ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ശക്തി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ക്രൗഡ് നമ്മുടെ കൂടെ ഉണ്ടാകും, ബട്ട് ഇറ്റ്സ് ടെമ്പററി എന്നുള്ളതാണ്.
നമ്മൾ വീക്കാവുന്ന സമയത്ത്, നമ്മൾക്ക് പണം കുറയുന്ന സമയത്ത്, നമ്മൾ സൈലൻ്റ് ആകുന്ന സമയത്തൊക്കെ ഈ ക്രൗഡ് നമ്മളെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ക്രൗഡിലുള്ള ഭൂരിഭാഗം ആളുകളും നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ച് നിൽക്കുന്നതായിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് ക്രൗഡ് വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നവൻ വിജയിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ പിതാവിനോട് പണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഹോട്ടൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഭക്ഷണം കൊടുക്കുന്നതായിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ് പോലത്തെ സംവിധാനം. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. നിനക്ക് ഹോട്ടലിലെ ആളുകൾ കഴിച്ചിട്ട് പോയിട്ടുള്ള പാത്രമെടുത്ത് കഴുകാനായിട്ട് അറിയാമോ? നീ അത് ചെയ്യുമോ? നിനക്ക് ഹോട്ടലിലെ കൊടുക്കുന്നതായിട്ടുള്ള എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കാനായിട്ട് അറിയാം? നിനക്ക് ഹോട്ടലിലേക്ക് എങ്ങനെയാണ് ഹോൾസെയിലായിട്ട് വില കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നതെന്നും അതിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതും നിനക്കറിയാമോ? നിൻ്റെ ഹോട്ടലിൽ 5 പണിക്കാർ അല്ലെങ്കിൽ 10 പണിക്കാരുണ്ടെങ്കിൽ അവർ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും അത് മാനേജ് ചെയ്യാൻ നിനക്ക് സാധിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ നീ അത് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലൊന്നും അങ്ങനത്തെ ഒരു ബിസിനസ് നമുക്ക് പരിചയമില്ല. പക്ഷേ എൻ്റെ ഒരു താല്പര്യമായിരുന്നു. അപ്പോൾ ഈ വാക്കുകൾ എൻ്റെ മനസ്സിൽ മുഴങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു വലിയൊരു സത്യമാണ്. നമ്മളെ എത്ര പേര് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, ദെൻ യു വിൽ സർവൈവ് എന്നുള്ളതാണ്. നമ്മുടെ സുഹൃത്തുക്കളില്ല, ബന്ധുക്കളില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആളുകൾ കലിയുഗത്തിൻ്റെ ഹീറോ ആണ്. ദേ വിൽ സർവൈവ് എന്നുള്ളതാണ്. നിങ്ങളുടേതായിട്ടുള്ള കലിയുഗത്തിൻ്റെ ഹീറോസിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കലിയുഗത്തിലെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് എന്നുള്ളത് പങ്കുവെക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.